ഹലോ എവ്രിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നിസീം ഇസക്കീൽ എന്നവരുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് കാഷ്വലി എന്നൊരു കവിതയാണ്. ഈ ഒരു കവിതയിൽ അദ്ദേഹം വലിയൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. എന്തെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കൾച്ചറൽ ഐഡൻറ്റിറ്റിയെക്കുറിച്ച്. അദ്ദേഹം ഒരു ജീവിഷ് ഫാമിലിയിൽ മഹാരാഷ്ട്രയിൽ ജനിച്ച ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഈ ഒരു കവിതയിൽ സൂചിപ്പിക്കുന്നത് അദ്ദേഹം ഒരു ജിവിഷ് ആയതുകൊണ്ട് അദ്ദേഹം നേരിട്ട വലിയ വലിയ പ്രശ്നങ്ങളാണ്. അദ്ദേഹം ഒറ്റപ്പെട്ടു പോയ ദിനരാത്രികൾ ഈ ഒരു കവിതയിലുടനീളം വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം ഈ ഒരു കവിത തുടങ്ങുന്നത് തന്നെ എ പോയറ്റ് റാസ്കൽ ക്ലൗൺ വാസ് ബോൺ എന്ന് പറഞ്ഞ അദ്ദേഹത്തെ സ്വന്തം തന്നെ അദ്ദേഹം പരിചയപ്പെടുത്തുന്നത് എ പോയറ്റ് റാസ്കൽ എന്ന് പറഞ്ഞതാണ്. ഈ റാസ്കൽ എന്ന് വെച്ചാൽ നമുക്കറിയാം ആഭാസൻ, വികൃതിക്കുട്ടൻ എന്നൊക്കെ അതിന് അർത്ഥം വരുന്നത്. അപ്പോൾ അദ്ദേഹത്തെ മറ്റുള്ളവർ നോക്കിക്കാണുന്നത് ഇത്തരത്തിലായതുകൊണ്ട് തന്നെ അദ്ദേഹം സ്വന്തത്തെയും പരിചയപ്പെടുത്തുന്നത് ഇതുപോലെയാണ്. ഇനി അദ്ദേഹത്തെ കുറിച്ച് മറ്റുള്ളവർ അദ്ദേഹത്തെ നോക്കിക്കാണുന്നത് ക്രിസ്റ്റിനെ വധിക്കാൻ കൂട്ടുനിന്നവരാണ്, അതുകൊണ്ട് ക്രിസ്റ്റിനെ കൊന്നവരാണ്, മർഡറാണ് എന്ന് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നുണ്ട് ആളുകൾ. അതുകൊണ്ട് തന്നെ എല്ലാ സമയത്തും ഒരു ഫ്രൈറ്റൻഡ് ചൈൽഡായിട്ട്, പേടിച്ച് നിൽക്കുന്നൊരു കുട്ടിയായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് വളർന്നു വരികയാണ്. ആ ചൈൽഡ്ഹുഡ് ഡേയ്സിൽ പോലും എനിക്ക് പട്ടം പോലും പറത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഗതികേട് എത്രമേലുണ്ട് എന്നുള്ളത് നമുക്ക് കവിതയിൽ നിന്ന് മനസ്സിലാകും. മാത്രവുമല്ല, എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, ഇതൊക്കെയാണ് എൻ്റെ അവസ്ഥകൾ എന്ന് കവി പറയുകയാണ്. അങ്ങനെ ഇദ്ദേഹം ചൈൽഡ്ഹുഡ് റോമൻ കത്തോലിക് സ്കൂളിലേക്ക് പോവുകയാണ് വിദ്യാഭ്യാസത്തിന് വേണ്ടി. അങ്ങനെ അവിടെ ചെന്ന് നോക്കുമ്പോഴും ഇദ്ദേഹം ഒറ്റപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുന്നു. ഇദ്ദേഹം ക്രിസ്റ്റിനെ കൊന്നവനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഫ്രണ്ട്സ് എന്നത് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്, ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ. പക്ഷേ അദ്ദേഹത്തിന് അത്തരത്തിലുള്ളൊരു അനുഭവങ്ങൾ, ഫീലിങ്സ് ഒന്നും തൻ്റെ സ്കൂൾ ജീവിതത്തിൽ ലഭിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമായിട്ട് കവിതയിൽ പറയുന്നുണ്ട്. മാത്രവുമല്ല, പ്രിപ്പൊസിഷൻ വ്രോങ്സ് എന്നൊരു പദപ്രയോഗം നടത്തുന്നുണ്ട് കവിതയിൽ. ഇതിനർത്ഥം പ്രിപ്പൊസിഷൻ വ്രോങ്സ് എന്ന് പറഞ്ഞാൽ ഇയാളെ വളരെ റോങ് ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ തെറി വിളിക്കുകയാണ് തൻ്റെ സഹപാഠികളെന്നാണ് കവിത പറയുന്നത്. അപ്പോൾ ഇത്രമേലൊരു അധപ്പതിച്ചൊരു സാഹചര്യം നേരിട്ട് കൊണ്ടിരിക്കുകയാണ് തൻ്റെ വിദ്യാലയ ജീവിതത്തിൽ പോലും. പിന്നീട് കവി പറയുന്നുണ്ട്, എനിക്ക് സ്ക്രിപ്ചർ പ്രൈസ് കിട്ടുന്നു എന്ന്, പക്ഷേ എന്നെ ആരും അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല, എൻ്റെ കഴിവിനെ ആരും അംഗീകരിക്കുന്നില്ല, എനിക്കാരും ഇതിന് സപ്പോർട്ട് ചെയ്യുന്നില്ല, പിന്തുണ നൽകുന്നില്ല എന്ന് കവി പറയുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ഈ ഒരു സാഹചര്യം കൊണ്ട് എൻ്റെ കത്തി വരെ എടുക്കേണ്ടി വന്നു, എൻ്റെ നൈഫ് എനിക്ക് എടുക്കേണ്ടി വന്നു എന്ന് കവി പറയുന്നു. പിന്നെ നമുക്കറിയാം, കവി ലണ്ടനിലേക്ക് പോവുകയാണ് തൻ്റെ 22-ാം വയസ്സിൽ. അങ്ങനെ 22-ാം വയസ്സിൽ ലണ്ടനിലെത്തുമ്പോൾ ഒരു ഫോറിൻ കൺട്രി എന്നുള്ള നിലയ്ക്ക് അവിടെ ഫ്രണ്ട്സിനെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് കവി അവിടെ എത്തുന്നത്. അവിടെ എത്തി നോക്കുമ്പോൾ എനിക്ക് കൂട്ടുകാരായിട്ട് എൻ്റെ കൂടെ ഫിലോസഫിയും എൻ്റെ പോവേർട്ടിയും എൻ്റെ പോയട്രിയും മാത്രമാണ് എൻ്റെ സുഹൃത്തുക്കളെന്ന് കവി പറയുന്നു. അപ്പോൾ ഇതൊരു കവിയുടെ ഒരു ഗതികേടാണ്. സ്വന്തം നാട്ടിൽ പോലും നിന്നിട്ട് ഫ്രണ്ട്സിനെ കിട്ടിയില്ല, അങ്ങനെ ഫോറിൻ കൺട്രിയിൽ പോലും താൻ ഈ ഒരു അവസ്ഥ തന്നെ നേരിടേണ്ടി വരികയാണ്. മാത്രവുമല്ല, അങ്ങനെ കുറച്ച് കാലം കഴിയുമ്പോൾ ഇദ്ദേഹത്തിന് ഒരു വുമണിനെ കിട്ടുന്നുണ്ട്. അങ്ങനെ ഈ ഒരു വുമൺ ഇദ്ദേഹത്തിൻ്റെ അവസ്ഥയൊക്കെ മനസ്സിലാക്കി ഇദ്ദേഹത്തെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ ആയാൽ പോരാ, മാറണം, ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറണം, നിങ്ങളുടെ കൂടെ ഞാനുണ്ടെന്നൊക്കെ പറഞ്ഞ് ആ ഒരു വുമൺ ഇദ്ദേഹത്തെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു ലൈഫിൽ അദ്ദേഹത്തിന് ഒരു ഹാപ്പി ഒരു സാറ്റിസ്ഫാക്ഷൻ ഒന്നും കിട്ടാത്തത് കൊണ്ട് അദ്ദേഹം നേരെ ഇന്ത്യയിലോട്ട് തന്നെ തിരിച്ചു വരുന്നു. എന്നിട്ട് വീട്ടിലെത്തി നോക്കുമ്പോൾ അദ്ദേഹത്തിന് അവിടെയും ഇതേ ഗതികേട് തന്നെ നേരിടേണ്ടി വരികയാണ്, ഹാപ്പി കിട്ടുന്നില്ല. അങ്ങനെ ഫാദർ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ എല്ലാ ഹിന്ദുസും ക്രൂവലാണ് എന്നൊക്കെ അദ്ദേഹത്തോട് പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ഇദ്ദേഹം കല്യാണം കഴിക്കുന്നുണ്ട്. പക്ഷേ കല്യാണം കഴിക്കുന്നു, അതിലൊന്നും ഇദ്ദേഹത്തിന് ഹാപ്പി കിട്ടുന്നില്ല, സന്തോഷം കിട്ടുന്നില്ല. അദ്ദേഹം ഒരു ദയനീയകരായ അവസ്ഥയിൽ തന്നെയാണ് വീണ്ടും നീങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. കവി അപ്പോൾ ചുരുക്കത്തിൽ തന്നെക്കുറിച്ചൊരു ഫെയിലറായിട്ട്, ഒരു ഫൂളായിട്ട് ഇതിൽ അവതരിപ്പിക്കുകയാണ്. അത് നമുക്ക് കവിതൻ്റെ തുടക്കത്തിൽ തന്നെ കാണാൻ സാധിക്കും. എ പോയറ്റ് റാസ്കൽ വാസ് ബോൺ എന്ന് പറഞ്ഞു തുടങ്ങി ആ കവിത ആരംഭിക്കുന്നത് തന്നെ. അത് മറ്റുള്ളവർ കവിയെ അങ്ങനെ കണ്ടതുകൊണ്ട് കവി തൻ്റെ ഐഡൻറ്റിറ്റി അങ്ങനെ ആക്കി തീർക്കുകയാണ്.
പിന്നെ കവി പറയുന്നു എൻ്റെ കഴിവ് എഴുത്തിലാണ് എന്ന്. അപ്പോൾ എൻ്റെ കഴിവ് മറ്റുള്ളവർ മനസ്സിലാക്കട്ടെ എൻ്റെ എഴുത്തിലൂടെ, അതാണ് എൻ്റെ കഴിവ് എന്ന് കവി പറയുന്നു. മാത്രവുമല്ല തൻ്റെ ആൻസസ്റ്റേഴ്സിനെ പറ്റി കവി പറയുന്നുണ്ട്, മുൻഗാമികളെ പറ്റി, അവർ ലോക്കൽ ക്ലാസ്സിലുള്ളവരാണ് എന്നൊക്കെ. പിന്നെ കവി സ്വപ്നം കാണുന്നുണ്ട്, ഉറങ്ങുന്ന സമയത്ത് സ്വപ്നം കാണുന്നുണ്ട്, തന്നെ ആരൊക്കെയോ വന്ന് കൊല്ലുന്നതായിട്ട് കവി കാണുകയാണ്, തന്നെ കെട്ടിയിടുന്നു. അങ്ങനെ തന്നെ ഒരു പീഡിപ്പിക്കുന്ന രീതിയിലുള്ളൊരു അവസ്ഥ കവി ഉറക്കത്തിൽ സ്വപ്നത്തിൽ കാണുകയാണ്. പിന്നീട് കവി പറയുന്നത് തൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ചാണ്. അഥവാ തൻ്റെ സ്വപ്നങ്ങൾ വേർഡ്സിലൂടെ കവി ട്രാൻസ്ലേറ്റ് ചെയ്തു നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. പിന്നെ മാത്രവുമല്ല, വെറുതെ എഴുതിയാൽ പോരാ, എഴുതുന്ന എഴുത്ത് അത് എല്ലതും സ്യൂട്ടായിക്കോണമെന്നില്ല, എന്തും എഴുതാനൊന്നും പറ്റില്ല. അങ്ങനെ ചെയ്താൽ സൊസൈറ്റിയിൽ വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും, എന്തെങ്കിലും എഴുതാൻ പറ്റൂല എന്നൊക്കെ കവി പറയുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ ഒരു കവിത സംസാരിക്കുന്നത് തന്നെ തൻ്റെ ചൈൽഡ്ഹുഡ് ഡേയ്സിലും അതിന് ശേഷമൊക്കെ കവി നല്ലോണം ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്, ഐസൊലേറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ അത്തരമൊരു മെലങ്കോളിക് മൂഡ്, ഒരു സോറോഡ് ആയിട്ടുള്ള, ഒരു സാഡായിട്ടുള്ള അവസ്ഥകൾ കവിതയിൽ പറയുന്നുണ്ട്. ഒറ്റപ്പെടലിൻ്റെ ദിനരാത്രികളെക്കുറിച്ച് കവിതയിൽ ഈ ഒരു വരികളിലൂടെ നമ്മോട് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പോയത്തിലൂടെ തൻ്റെ സഫറിങ്സ് അദ്ദേഹം പറഞ്ഞു തീർക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കവിതയിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ചുരുക്കത്തിലുള്ള ഒരു കവിതയുടെ തീം, ഒരു കവിതയുടെ ആശയം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.